അങ്ങനെ ഞാനും മോനൂസും കൂടി ബാങ്കിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് ഞങ്ങൾ ബേക്കറി കണ്ടത്. അപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല, പുറത്താണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുടിക്കാനൊക്കെ വിചാരിച്ച് ബേക്കറിയിലോട്ട് കയറിയതാണ്. കുടിക്കാനൊക്കെ വിചാരിച്ച് ചിന്തിച്ചിരുന്നപ്പോഴാണ് പാവം അമ്പാടി കുട്ടി ഒറ്റയ്ക്കല്ല. ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ തന്നെ അവന് ഞങ്ങളുടെ കൂടെ ഒന്ന് കുടിക്കാൻ പറ്റുന്നില്ല, അവൻ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ജ്യൂസ് ക്യാൻസൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് നല്ല ചൂടല്ലേ, അപ്പോൾ പിന്നെ ഐസ്ക്രീം തന്നെ ആയിരിക്കണം. ഐസ്ക്രീം ആകുമ്പോൾ അമ്പാടിക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ മോനൂസും പറഞ്ഞു അമ്മ നമുക്ക് ഐസ്ക്രീം മേടിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ പഫ്സ് ഇരിക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടും മേടിച്ചു കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് കോൺ ഐസ്ക്രീമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ അവന് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം തന്നെ മേടിച്ചിട്ടു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബിങ്കോ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബിങ്കോ കിട്ടിയപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഐസ്ക്രീമും കൂടി മേടിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവനാണെങ്കിൽ പുറത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലോട്ട് മേടിച്ചു കൊണ്ടുവരുമ്പോൾ അങ്ങനെ കാത്തിരിക്കും, എന്താ കൊടുന്ന അമ്മ. അതുപോലെ അച്ഛൻ വരികയാണെങ്കിലും അച്ഛ എന്താ കൊടുന്ന അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കാത്തിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചൂടുവാണല്ലോ, ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ തണുപ്പ് ചെല്ലുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഐസ്ക്രീമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൻ്റെ താഴത്തുള്ള ആ കോണിൻ്റെ താഴത്തുള്ള ചോക്ലേറ്റൊക്കെ കൂടിയുള്ള ചേർന്ന ഭാഗമാണ് കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ ഞങ്ങൾ പഫ്സ് മേടിച്ചു. പഫ്സ് അമ്പാടിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അവൻ പഫ്സ് കഴിച്ചില്ല, ആ പഫ്സ് കൂടി ഞാൻ കഴിക്കേണ്ടി വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.